ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ പേരുകൾ കിട്ടി. എനിക്ക് കുറേ പേരുകൾ ഇട്ടിട്ടുണ്ട്. ഗീതേച്ചി പറഞ്ഞു, കപ്പറാണി, പിന്നെ ഞാൻ ഓർക്കുന്ന ആരൊക്കെയാണ്, മായ പറഞ്ഞിട്ടുണ്ട്, പിന്നെ മഞ്ജു, മീനു ആണെന്നോ മഞ്ജു ആണെന്നോ പറഞ്ഞു, കപ്പക്കുട്ടി, കപ്പ കൊതിച്ചി, ഞാൻ പല പല പേരുകൾ പറഞ്ഞു. എന്നിട്ട് ഗീതേച്ചി പറഞ്ഞായിരുന്നു എൻ്റെ മൊന്ത കണ്ടിട്ടേ എൻ്റെ കൊതി കണ്ട്. ഗീതേച്ചി അന്നത്തെ ആ വീഡിയോ കണ്ടോ എന്തോ, ഞാനന്ന് 99 റുപ്പീസ് കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ അന്ന് കാണിച്ചത്. ഇതേ ഉള്ളായിരുന്നു അവിടെ. ഇച്ചിരി വലുതാണെന്ന് എനിക്കും അറിയാം. ഗീതേച്ചി അതൊരു ഇച്ചിരി ചെറുതായോ എന്നൊരു സംശയമൊന്ന്. ഇതേ ഉള്ളായിരുന്നു, ഈ ഇത്രയുള്ള ഒരു ടൈപ്പേ ഉള്ളായിരുന്നു അവിടെ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ കുടിക്കത്തില്ലേ മൊന്തയിലും കപ്പിലൊക്കെ, അതുകൊണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പപ്പ റേച്ചൻ പ്രൈസോണ്ട് പറഞ്ഞടാ എനിക്കിച്ചിരി വെള്ളം കൊടുത്തരാൻ. അപ്പം പ്രൈസൻ ഈ മൊന്ത എടുക്കാൻ പപ്പ അത് വേണ്ട, അത് മമ്മിയുടെയാണ്. നമ്മുടെ അങ്ങനെയൊന്നും ഇല്ല റേച്ച, ആർക്കും വേണം. എന്നാൽ റേച്ചൻ പറഞ്ഞു എനിക്കതിൽ കുടിക്കാൻ ഒക്കത്തില്ല, എന്ന് റേച്ചൻ അതിൽ കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതിലൊക്കെയാണ് കുടിച്ച് ശീലിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സാറ്റർഡേയിലത്തെ ഒരു ഇച്ചിരി അന്ന് ഞാൻ ആ ക്ലിപ്പ് അതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയില്ല. പെട്ടെന്ന് കണക്ക് കുത്തി പോയ സമയത്ത് അതിനെ അങ്ങ് വിട്ടുപോയി. അത് ഇച്ചിരി ഉണ്ട്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓരോ ദിവസം ഓരോ ന്യൂസുകൾ കാണുമ്പോഴേ, കഴിഞ്ഞ ദിവസം തന്നെ ബാംഗ്ലൂരിൽ നിങ്ങളൊക്കെ കണ്ടു കാണും, നേഴ്സിംഗ് പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു മോളും. ആൺകുട്ടിക്കാണ് 21 വയസ്സും 19 വയസ്സാണ്. നേഴ്സിംഗ് പഠിക്കാൻ പോയി. അപ്പോൾ ഇവർ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത സമയത്ത് വന്ദേ ഭാരത് വന്ന് തട്ടി 2 പേരും മരിച്ചെന്നുള്ളത് സഹിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം മക്കളെയൊക്കെ ഇത്രയൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അത് മുംബൈയിലാണോ എനിക്ക് അന്നേരം ഓർമ്മ കാണും, പിന്നെ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഹിന്ദി ട്രെയിനിൽ മുന്നോട്ട് നിൽക്കുന്ന പറഞ്ഞ് ഹിന്ദിയിൽ പറഞ്ഞ് എന്താ മറാഠിയിൽ പറയാഞ്ഞെന്നും പറഞ്ഞ് അതിനെ 3-4 പേരിട്ട് തല്ലി ചതച്ച് അതിനെ അതും മരിച്ചെന്ന് പറയുന്നു. എന്തൊക്കെ സംഭവങ്ങളല്ല. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഇപ്പോൾ കൊലയും എല്ലാവർക്കും ഒരു തമാശയായിട്ടാണ് കണ്ടേക്കുന്നത്. പണ്ടത്തെ കാലം ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും മരണവും കൊല്ലവും അടിയും ബഹളവും. പേടിയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെ വെളിയിലോട്ട് വിടാൻ തന്നെ. നമുക്ക് ഓർക്കാൻ കൂടെ വയ്യ. ഇപ്പം ഹിന്ദി പറഞ്ഞാൽ മറാഠി പറഞ്ഞില്ലെങ്കിൽ കുഴപ്പം, നമ്മൾ ഈ വരുത്തർക്ക് ഈ ബോംബെയിലൊന്നും സ്ഥാനമില്ല, അവർക്കൊരു ഇതില്ലെന്നുള്ളൊരു ഇതൊക്കെയാണ് വരുന്നത്. എന്തോ ഈ എത്ര നാളൊക്കെ മനുഷ്യർ ഇങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ നോക്കിയാൽ സ്നേഹം ഒരിക്കലും കാണുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ഒക്കെയാണ്. ഓർക്ക് ഓരോന്നും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സത്യം നമുക്ക് പേടിയാണ്. അപ്പോൾ ചിലർ എന്തിനാ നിങ്ങൾ വലിയ പ്രാർത്ഥിക്കുന്നവരല്ലേ, എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ഏത് മനുഷ്യർക്കാണെങ്കിലും കാണത്തില്ലേ ഒരു മനസ്സിലൊരിത്. എനിക്കങ്ങ് അത്ര ധൈര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പിന്നെ പറയാൻ മറന്നുപോയി, എൻ്റെ ഒരു കുട്ടൂസൻ ഒരു സബ്സ്ക്രൈബറുണ്ട്. സബ്സ്ക്രൈബറല്ല, എൻ്റെ ഒരു ഫാനുണ്ട്. എൻ്റെ നല്ല പ്രൈസമോൻ്റെ ഫാനാണ്. പ്രൈസമോനെ ഇഷ്ടം. നമ്മുടെ റിൻഡുവിൻ്റെ മോനാ, 3 വയസ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അവൻ പ്രൈസനെ വീഡിയോ കാണുമ്പോൾ അച്ചാച്ചാ എന്നൊക്കെ പറയാം അവിടെ നിന്ന്. ഇപ്പം അവൻ എൻ്റെ ഈ ആദ്യത്തെ ഇൻട്രോയിലുള്ള മ്യൂസിക് ഉണ്ടല്ലേ, അതവൻ ഇന്ന് കഴിഞ്ഞ ദിവസം അവൾ പറയുന്ന അവൻ അത് വീഡിയോ ഓൺ ആക്കിയപ്പോഴേ അവനത് മൂളിപ്പാട്ട് പാടിക്കോട് നടക്കുന്നതെന്ന്. അവനത് ബൈഹാർട്ടാക്കി. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവനെ ഞാൻ പിടിച്ചൊരു കൊടുത്തേനായിരുന്നു. പ്രൈസനെ വലിയ കാര്യമാണ് എൻ്റെ കുട്ടൂസൻ. ഞാൻ വീഡിയോ പോയി എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് ഓർത്തത്, ദിയ ചോദിച്ച റെസിപ്പി ഇന്ന് ഇട്ടിട്ടുണ്ട്. ദിയ എന്നോട് പറഞ്ഞത് ആൻറ്റി ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഇടാമോന്ന്. ഇത് സിമ്പിളായിട്ടൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ. അതുപോലെ ജോയിൽ പറഞ്ഞായിരുന്നു ഒരു റെസിപ്പി, എനിക്കത് മനസ്സിലായില്ല. ഞാനത് വീണ്ടും ചോദിച്ച് ആ റെസിപ്പി ആണോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരാൾ കമൻ്റ് ഇട്ടായിരുന്നു, ലോക്കണ്ടവാലായിൽ ആ പുള്ളിക്കാരുടെ സീതാലക്ഷ്മിയുടെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ആ ഫ്രണ്ടിന് എന്നെ അറിയാം, എനിക്കറിയാമോന്ന്. പക്ഷേ പേര് കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. കണ്ടാൽ ചിലപ്പോൾ അറിയായിരിക്കും. ഞാൻ ചോദിച്ചു ഏത് ബിൽഡിങ്ങിലാണ്,
ഞാൻ പറഞ്ഞു പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ വന്നില്ല കേട്ടോ. അത് ഏത് ബിൽഡിങ്ങിലാണ്, അലീഖ നഗറിലാണോ, യോക്കണ്ടലയിൽ എവിടെ, എന്നെ അറിയാമോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ വേണമെങ്കിൽ വന്ന് സംസാരിച്ചാലും മതിയേ. വീഡിയോയുടെ താഴെ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാമേ. ഓക്കെ. നമ്മളൊരാൾ അറിയാമെന്നൊക്കെ പറയുമ്പോഴേ നമുക്കൊരു എന്താ ഒരു ഒത്തിരി സന്തോഷമുണ്ട്. മലയാളിയാ. ഓക്കെ. അത് ഞാനൊരു ഇഞ്ചിയൊക്കെ ചതച്ചിട്ട്, ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇട്ട് ചായ ഇടുമ്പോൾ നമ്മുടെ ത്രോട്ടിനൊക്കെ ഒരു നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, പാല് കാച്ചാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ ഇന്നലെ രാത്രിയിലെ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെയാണ് കാബേജും ബാക്കിയുള്ള ടൊമാറ്റോ, സവാള ഇതൊക്കെ അരിയുന്നത്. അപ്പോൾ ഞാനൊരു കാബേജൊക്കെ ഇച്ചിരി എടുത്തിട്ടുള്ളൂ. ഇപ്പം പച്ചക്കറിയൊക്കെ നിങ്ങൾ ഏതൊക്കെ ഉപയോഗിക്കുന്നോ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പം എത്രയും ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈ പച്ചക്കറികൾ കൂട്ടാത്ത കുഞ്ഞുങ്ങളാകുമ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടേ അവർ കഴിച്ചോളും. അതുപോലെ ഈ പച്ചക്കറി അരിയുമ്പോഴേ ഒന്നീ ഇതുപോലെ പൊടിയായിട്ട് അരിയുക, അല്ലെങ്കിൽ ചോപ്പറില്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഇട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ അത് കുറേയും കൂടെ നന്നായിട്ട്, അന്നേരം നന്നായിട്ടങ്ങ് അതിൻ്റെ അകത്തങ്ങ് അവർക്ക് എടുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ ആവും. അപ്പം ഞാനിപ്പം കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടേ. അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തു. ഞാൻ താണ്ട ഇതിൽ ഇനിയും ചേർക്കുന്നത് പനീറാണ്. അപ്പോൾ ഇത്രയും ഉള്ള പനീറിൻ്റെ ഞാൻ നോക്കിയോണ്ടേ അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തുള്ളൂ. നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. അപ്പോൾ കുറേയും കൂടെ ടേസ്റ്റ് കിട്ടും. ഞാൻ അതിൻ്റെ പകുതി എടുത്തുള്ളൂ. ഞാനപ്പോൾ സാധാരണ വാങ്ങിച്ചോണ്ടേ അത് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ വേണമെന്ന് അറിഞ്ഞത് കൊണ്ട്, ഇന്ന് എടുക്കണമെന്ന് അറിഞ്ഞത് കൊണ്ട് ഞാൻ അത് ഇന്നലെ എടുത്തത് താഴെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച്. അപ്പോൾ അത് ഇത്തിരി നോർമലായിട്ട് ഇരിക്കുമല്ലേ. അതുപോലെ ഞാൻ ഇന്ന് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിഞ്ഞത് കൊണ്ട് ഈ ഗ്രേറ്റ് ചെയ്യുന്ന ഇതൊക്കെ ഞാൻ വേറൊരു ഡബ്ബയിലിട്ട് വെച്ചേക്കുമായിരുന്നു. കാരണം വെളിയിൽ ഇങ്ങനെ എടുത്തിട്ട് എന്നും ഞാൻ യൂസ് ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് അത് വേറെ എൻ്റെ ഉരുളിയുടെ അകത്ത് വെച്ചേക്കുമായിരുന്നു. അതെല്ലാം ഇന്നലെ രാത്രിയിലെടുത്ത് കഴുകി എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ എടുത്ത് നേരത്തെ, അല്ലെങ്കിൽ രാവിലെ നമുക്ക് സമയം കിട്ടത്തില്ലല്ലേ, അല്ലെങ്കിലും തട്ടും മുട്ടും ഒക്കെ ആകുമ്പം പോളി കിടക്കുന്നവർക്ക് അസൗകര്യമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇന്നലെ രാത്രിയിലേ എടുത്ത് വെച്ചിട്ടാണ് പോയി കിടന്നത്. അപ്പം ഞാൻ ഇത്രയും പനീറും ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ട്, ഇതിലും ഇനി ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ സോസും മയോണൈസുമാണ്. അതിനൊന്നും ഒരു കണക്കില്ല. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് താല്പര്യത്തിന് അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും ഫില്ലിങ് ഇവിടെ ഉണ്ട്. ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും 2 എന്ന രീതിയിലാണ് ഞാൻ തീരുമാനിച്ചത്. പിന്നെ പോൾ മോന് 2 എക്സ്ട്രാ കൊണ്ടും, കാരണം പിള്ളേർ കുറേ ഉണ്ടല്ലോ കഴിക്കാൻ, അവരെല്ലാവരും കൂടെ അല്ലേ ഷെയർ ചെയ്ത്. അപ്പോൾ അവന് ഒരു 3-4 കൊടുത്തു വിടുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും ഫില്ലിങ് എനിക്ക് കറക്റ്റ് ഉണ്ടായിരുന്നെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ മുട്ട ബോയിൽ ചെയ്തിട്ടേ അതുകൂടെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി രാവിലെ കഴിച്ചിട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, പോളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ സ്പെഷ്യലായിട്ടുള്ള സാൻഡ്വിച്ച് എന്തെങ്കിലും ആണെങ്കിൽ അവൻ കഴിച്ചിട്ട് പോകും. അപ്പോൾ അവനൊരെണ്ണം കഴിക്കാൻ അവനും ഉണ്ടാക്കി, മറ്റവനും ഒരെണ്ണം കഴിച്ചു. 2 പേർക്കും ഒത്തിരി ഇഷ്ടമായി. അതിൽ നമ്മൾ ഈ അല്ലെങ്കിൽ പനീർ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാതെ ചെറിയ പീസാക്കി ഇടും. പക്ഷേ എനിക്ക് അതിനേക്കായി താല്പര്യമായിട്ട് തോന്നിയത്, ഇഷ്ടമായിട്ട് തോന്നിയത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാനെല്ലാം ഇങ്ങനെ ബ്രെഡിൽ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് ബാക്കി കുറേ ജോലികളുണ്ടായിരുന്നു. തുണി കഴുകാനിടണം, വെള്ളം ഒഴിച്ച് ക്യാനി വെക്കണമായിരുന്നു, വെള്ളം തിളപ്പിക്കാൻ വെക്കണം, പാതാമ്പ്രം എല്ലാം തുടച്ച് വൃത്തിയാക്കി, പാത്രങ്ങൾ കുറച്ചൊക്കെ കഴുകാനുള്ള അതിനെല്ലാം ഗ്യാസെല്ലാം പിന്നെ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ടൊമാറ്റോ അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ അതൊന്ന് ചപ്പാത്തിക്ക് വേണ്ടി ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് അത് 3/4 ഇപ്പം വേവായി. ഇനി അത് കുറച്ചുകൂടെ വെന്താൽ മതി. അപ്പം പിന്നെ മീൻകറി ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇച്ചിരി ഉണ്ടാക്കിയാൽ മതി. ഇപ്പം ടൊമാറ്റോയൊക്കെ ഇപ്പം
ഞാൻ ചെറിയ തീയിലിട്ടിട്ട് പോയി. ഈ ചെറിയ തീയിലിടുമ്പോഴാണ് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നത്. അപ്പം ഞാൻ ഇച്ചിരി മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് ഇച്ചിരി ഒന്ന് ഉടയ്ക്കാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്തെന്നോ നമ്മുടെ മത്തിനെ ഇങ്ങെടുത്ത് മത്ത് തൈര് കലക്കുന്നത് അത് കപ്പ ഉടയ്ക്കാനും അതാണ് എടുക്കുന്നത്. ഇപ്പം എല്ലാം ഉടയ്ക്കുന്നതിന് എൻ്റെ സ്മാഷർ ഇരിപ്പുണ്ട് ഞാൻ, പക്ഷേ എനിക്കതിനേക്കാൾ ഇത് കുറേയും കൂടെ വാക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഉടച്ചെടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഇച്ചിരി ശർക്കരയും കൂടെ ചേർക്കും. അപ്പോൾ ഒരു ഇച്ചിരി ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നമുക്ക് കിട്ടും. ഇച്ചിരി ഇടുന്നുള്ളൂ, ഒരു സ്വല്പം അര ടീസ്പൂണോളം. അപ്പോൾ തീർന്ന് ശർക്കരപ്പൊടിയൊക്കെ. അപ്പോൾ ഇനിയും കാണിക്കുന്ന ക്ലിപ്പ് കഴിഞ്ഞ ശനിയാഴ്ചത്തെയാണ്. അപ്പച്ചനും മോനൂടെ അവിടെ എന്തോ ഭയങ്കര ബഹളം അവിടെ. അപ്പച്ചൻ മറടാ അടങ്ങടാന്നൊക്കെ പറയുന്നു. ഞാൻ ഈ ബഹളം കേട്ടിട്ടാണ് അങ്ങോട്ട് ചെന്നത്, അടി വാങ്ങിക്കൂടാന്നൊക്കെ. എന്തുവാടാന്ന് ഞാൻ അവനെ ആദ്യം വഴക്ക് പറയാൻ ചെയ്തത്. അന്നേരം ഇവരുടെ കോമഡി കണ്ടോണ്ടേ എനിക്ക് തോന്നി വീഡിയോ എടുത്താൽ കൊള്ളാമെന്ന്. അങ്ങനെ വീഡിയോ എടുത്തു. എന്നിട്ട് ലാസ്റ്റ് അപ്പച്ചൻ ബോളിൻ്റെ മണ്ടേ കൈ വെച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. പ്രൈസൻ എന്നോട് പറഞ്ഞു, ഓ അപ്പച്ചൻ്റെ ഒരു സ്റ്റൈല് നോക്ക്, ബോളിൻ്റെ മണ്ടേ കൈ വെച്ചിരിക്കുന്നത്. ഇവരിങ്ങനെ ആരും ഇല്ലല്ലോ കളിക്കാൻ. ഞാൻ വഴക്ക് പറയാൻ പോയാ അവരുടെ ഇത് കണ്ടോണ്ടേ എനിക്ക് ചിരിയും വന്നു, പ്രൈസൻ്റെ ഓരോ ആക്ഷൻ. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോയാ. അപ്പം ഞാൻ അന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഈ കൂപ്പൺ എടുക്കുന്നുണ്ടേ ബാക്കി പൈസ കാണും, അത് ഇത്ര ദിവസത്തിനകം നമ്മൾ വിളിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് വിളിച്ചോണ്ടേ 1 മണിക്കൂറത്തേക്കിന്. അപ്പം വിളിച്ച് ഇവിടെ എല്ലാം ഫ്രണ്ട് ഹോളെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി. അപ്പം എൻ്റെ ജോലികൾ അതുകൊണ്ട് ഇന്ന് അധികം നടന്നില്ലായിരുന്നു, സാറ്റർഡേയിലത്തെ ഇത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കൊച്ചിന് പോകാൻ തുടങ്ങുക. അപ്പം ഞാൻ നോർമൽ സൗണ്ട് എന്താണെന്ന് ഇടാഞ്ഞത്, എക്സോസും ഫാനൂടായപ്പം ഭയങ്കര സൗണ്ട്, ഞാൻ പറയുന്ന ഒരു വല്ലാത്ത ഇത്. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തതാണ്. ചില വരുന്ന കൊച്ചുങ്ങളുണ്ടല്ലേ, ഞങ്ങൾ ഇപ്പോൾ ഒരു 10-12 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അതിൽ ആൾ മാത്രമേ ഉള്ളൂ എനിക്ക് താല്പര്യം വരാഞ്ഞത്. ബാക്കിയെല്ലാം ഒരു കൊച്ചുണ്ട്, പ്രായമൊന്നും അധികം ഇല്ല, അവളങ്ങ് ചൂറാന്ന് നിൽക്കും. ഇച്ചിരി ഉള്ളു 1 മണിക്കൂറുണ്ടെങ്കിൽ അവൾ ആ 1 മണിക്കൂർ നമുക്ക് എന്തെല്ലാം ചെയ്യുന്നു. ബാക്കി ലാസ്റ്റിൽ 8 മിനിറ്റ് ഉണ്ടായിരുന്നു. എന്നോട് പറയാം, മേഡം അവർ 8 മിനിറ്റ് ബാക്കിയുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യാണ്ടോ? ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ അങ്ങനെയുള്ള ചിലവർ നമ്മളെന്തെങ്കിലും കൊടുത്താൽ കുടിക്കുമൊന്നുമില്ല. പിന്നെ ഞാൻ അവൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഞാൻ പറഞ്ഞു മതി, നീ പോകാമെന്ന് പറഞ്ഞ്, ഇത്രയും ചെയ്താൽ മതിയെന്ന് പറഞ്ഞ്. ചിലരുണ്ട് ആ 1 മണിക്കൂർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെങ്ങനെയും താളം തുള്ളി നിൽക്കും. പക്ഷേ ഇതുങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ അവർ വരുന്ന ഉടനെ നമ്മുടെ മൊബൈലിലും അവരുടെ മൊബൈലിലും ഒരു OTP നമ്പർ വരും. അവർ OTP നമ്പർ നമ്മൾ ആ കൊച്ചിന് പറയുന്ന ഉടനെ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ടൈമിങ് തുടങ്ങും. പിന്നെ നമ്മുടെ ഇതിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നമുക്കിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കും. ലാസ്റ്റിലും 1 മണിക്കൂർ കഴിയുന്നുടനെ OTP നമ്പർ വരും. അപ്പോൾ ആ OTP നമ്പർ അവർ അവരുടെ ഓഫീസിൽ ചെല്ലുന്ന ഉടനെ അടുത്ത എവിടെയെങ്കിലും അവർക്ക് ഇവരിത് ഇടും, ഉടനെ അവിടെ പോകണം. പക്ഷേ ഈ 1 മണിക്കൂർ നാട്ടിലൊന്നും ഇങ്ങനൊന്നും ഒരു ഇതും ഇല്ല. ഇവിടെ നമ്മൾ ഈ അല്ലാതെ വായിക്ക് കൊടുക്കുന്നേ ഇതുമായിട്ട് നമുക്ക് ഒത്തിരി ഇതാണ്. വായി നമ്മൾ മാസം 800-900 കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എക്സ്ട്രാ ഒന്ന് ബാത്റൂം കഴിപ്പിക്കണമെങ്കിൽ 100 രൂപ എടുക്കും അവരാ ഒന്ന് കഴുകുന്നതിന്. ഇതുങ്ങൾ 1 മണിക്കൂർ ചിലപ്പം തൂത്ത് തുടച്ച് ബാത്റൂമും കഴുകുന്നതിന് ഇത്ര 100 രൂപയേ ആവത്തുള്ളൂ. അപ്പം നമ്മൾ ആഴ്ച ഒരു ദിവസം വിളിച്ചാലും നല്ല ഡീപ്പ് ക്ലീനിങ് എല്ലാം ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ അവരുടെ പുറകെ നമ്മൾ നടക്കണമെന്നേ ഉള്ളൂ. പുറകെ നടക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയേ. ഇപ്പം ഞാൻ ഫാൻ തുടപ്പിക്കുവാണെങ്കിൽ ഞാൻ താഴെ നിന്ന് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് തുണി പിഴിഞ്ഞ് ഞാൻ കൊടുക്കും. അങ്ങനെ ചിലതൊക്കെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. കാരണം ആദ്യമായിട്ട് അവർ വരുന്നത് അല്ല. അഥവാ ഇപ്പം നമ്മുടെ അവിടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് അറിയാമല്ലേ എല്ലാം എവിടെ എന്തോ എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇതാകുമ്പോൾ അവർക്ക് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കണം. അപ്പം ഞാനൊരു സാമ്പാർ വെക്കാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോ ഞാൻ ആ കൊച്ചു വന്നതും പ്രീസമ്മോൻ്റെയും ശനിയാഴ്ചത്തെയായിരുന്നു. ഈ സാമ്പാറൊക്കെ വെക്കുന്ന ദിവസത്തെ ഇപ്പം ഞാൻ കണ്ടിന്യൂസ് കാണിക്കുന്നത്. അപ്പോൾ പ്രീസമ്മോൻ സ്കൂളിൽ നിന്നൊക്കെ വന്ന് കുളിക്കുകയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അവന് ഞാൻ
ചപ്പാത്തി കൊടുക്കാൻ പോവാം. റൈസമ്മ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിച്ച് സുന്ദര കുട്ടപ്പനായില്ലേ? ടൊമാറ്റോ ചട്നി വേണ്ടാന്ന് പറഞ്ഞാ. പിന്നെ ഞാൻ പറഞ്ഞൊന്ന് ടേസ്റ്റ് നോക്കുന്നു. അല്ലേ? അതാ തിന്നു നോക്കണമല്ല. സാമ്പാറൊക്കെ ഞാൻ വിസിൽ വന്ന് ഓഫാക്കി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കട്ടെ. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ചേരാൻ അവിടെ ഇരുന്നിട്ട് വിയർപ്പൊക്കെ താഴ്ന്നിട്ട് ഞാൻ പറയും പോയി കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഫുഡ് കൊടുക്കും. പിന്നെ അഥവാ താഴെ പോവുകയാണെങ്കിൽ ഒന്ന് വന്ന് ഫ്രഞ്ച് ബാത്ത് ചെയ്യും. ഇപ്പോൾ സാമ്പാറിന് ഞാൻ ഇനി കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.